ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് എപ്പോഴുള്ളൊരു ഡൗട്ടാണ്, സർ ഞാൻ ബിം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കരിയർ പാത്ത് എന്തായിരിക്കും എന്നുള്ളത്. സോ ബിം കരിയർ പാത്ത് ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ്, ഇതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, ഒരു ബിം പഠിച്ച ഒരാൾക്ക് ഇനീഷ്യൽ ബിം എഞ്ചിനീയർ അല്ലെങ്കിൽ ബിം ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ റെവിറ്റ് എഞ്ചിനീയർ എന്നുള്ളൊരു പൊസിഷനിലായിരിക്കും ഉണ്ടാവും. ഇനീഷ്യലി അവർ ചെയ്യുന്ന വെച്ചാൽ ഡ്രാഫ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്. ദെൻ ദേ വിൽ സ്വിച്ച് ഇൻ ടു അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് സീനിയർ ബിം എഞ്ചിനീയർ, സീനിയർ മാനേജർ ആ ലെവലിലേക്ക് എത്തും. ദെൻ അവരായിരിക്കും ജൂനിയേഴ്സ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗിന്റെ ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ബിം മാനേജേഴ്സ് എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ടാവും. ദെൻ ബിം കോർഡിനേറ്റർ ഉണ്ടാവും. ബിം കോർഡിനേറ്റർ എന്ന ഡിഫറെന്റ് ഡിസിപ്ലിനിലുള്ള ബിം വർക്കുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിനുള്ള ക്ലാസ് ഡിറ്റക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായിരിക്കും ഒരു ബിം കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിൽ ഉണ്ടാവുക. ദെൻ അതിൽ സീനിയർ ബിം കോർഡിനേറ്റർ ഉണ്ടാവും, ബിം മാനേജർ ഉണ്ടാവും. അങ്ങനെയുള്ള ബിം കോർഡിനേഷൻ മാനേജർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കുള്ള പൊസിഷനിലാണ് ആൾക്കാർ പോവുക. സോ നമ്മളുടെ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജൂനിയർ ബിം എഞ്ചിനീയർ ടു ബിം കോർഡിനേറ്റർ അല്ലെങ്കിൽ സീനിയർ ബിം കോർഡിനേറ്റർ എന്നുള്ള ഒരു പൊസിഷനിലേക്കായിരിക്കും ആൾക്കാരുടെ ഒരു കരിയർ പാത്ത് ഉണ്ടാവുക. വി നോ കറന്റ് മാർക്കറ്റിൽ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് പൊസിഷനാണ്. ഇഫ് യു നോ ബിം ഇൻ പ്രാക്ടിക്കൽ, you have very good opportunities in BIM.